ഇവിടയിൽ പ്രധാനമായിട്ട് ആദ്യമേ ജർമ്മനിയുമായിട്ട് ബന്ധപ്പെട്ട് അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയൻ അവർ നേരിടുന്ന കുറച്ച് പ്രശ്നങ്ങൾ. ഈ പ്രശ്നങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ ട്രംപ് ഇന്ത്യക്ക് നേരെ 50% താരിഫുമായിട്ട് വന്ന സമയത്ത് യൂറോപ്യൻ യൂണിയൻ മാത്രമല്ല ആഗോളതലത്തിൽ തന്നെ ഒരു രാജ്യങ്ങൾ തന്നെ അതിനെക്കുറിച്ച് ഒരു പരാമർശങ്ങളും പറയാതെ അവരവരുടെ കാര്യം നടന്നാൽ മതി എന്നുള്ള നിലയിൽ മുന്നോട്ട് പോയിരുന്ന സാഹചര്യത്തിൽ യൂറോപ്യൻ യൂണിയനെ തന്നെ ഇപ്പം ട്രംപ് ഒരു പരിധിവരെ തഴഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. അപ്പോൾ അത് അവർക്ക് കൃത്യമായിട്ട് മനസ്സിലായി തുടങ്ങുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഇന്ത്യയുമായിട്ട് അടുക്കാനുള്ള ശ്രമമാണ് യൂറോപ്യൻ യൂണിയൻ നടത്തുന്നത്. യൂറോപ്യൻ യൂണിയൻ സ്ട്രാറ്റജിക്കായിട്ട് അമേരിക്കയ്ക്കെതിരെ ബദൽ നീക്കങ്ങൾ നടത്താൻ വേണ്ടിയിട്ടാണ് അവർ ചൈനയായാലും ഇന്ത്യയായാലും അതുപോലെ മറ്റു പല രാജ്യങ്ങളെയും അവരങ്ങനെയാണ് കരുതിയിരുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർ വന്ന് ചർച്ച നടത്തും, പിന്നെ അങ്ങ് ഒരു 2-3 മാസം ഇങ്ങനെ വലിച്ചഴച്ചുകൊണ്ട് പോകും, പിന്നീട് വീണ്ടും ചർച്ച നടത്തും, വീണ്ടും ഇതേപോലെ ഇഴഞ്ഞുകൊണ്ട് പോകും. ഇതാണ് സ്വാഭാവികമായിട്ട് ഇപ്പോൾ കുറേ കാലം കൊണ്ട് യൂറോപ്യൻ യൂണിയൻ നടത്തിക്കൊണ്ടിരിക്കുന്ന നാടകം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇന്ത്യ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അതായത് നമുക്ക് ചർച്ച മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ നമുക്ക് യാതൊരു താല്പര്യക്കേടുമില്ല, പക്ഷേ പ്രൊഡക്റ്റീവ് ആയിരിക്കണം, എന്തെങ്കിലുമൊക്കെ നടക്കണം. അപ്പോൾ അങ്ങനെ അവസാനം അമേരിക്കയുടെ ഇപ്പോഴത്തെ നിലപാടുകൾ നയം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ഇന്ത്യയുടെ മാർഗമാണ് ശരി എന്നുള്ള രീതിയിൽ അംഗീകരിച്ചുകൊണ്ട് യൂറോപ്യൻ യൂണിയൻ ഇന്ത്യയുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കാൻ താല്പര്യം പ്രകടിപ്പിക്കുകയാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. അമേരിക്ക എന്ന് പറഞ്ഞാൽ അമേരിക്ക മാത്രമാണ് എല്ലാം. അമേരിക്ക ഫസ്റ്റ് പോളിസിയുമായിട്ട് ട്രംപ് മുന്നോട്ടിറങ്ങി. അത് സുഹൃത്ത് രാജ്യമാണെങ്കിൽ തന്നെയും അവരെ മാറ്റി നിർത്താനുള്ള നയമാണ് അമേരിക്ക ഇപ്പം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് അമേരിക്കയ്ക്ക് കുറേ കാര്യങ്ങൾ നഷ്ടപ്പെടുന്നുണ്ട്. അതിലൊന്നാണ് കാനഡ. കാനഡയും ചൈനയുമായിട്ട് 2 ദിവസങ്ങൾക്ക് മുമ്പ് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതായത് കനേഡിയൻ പ്രൈം മിനിസ്റ്റർ ചൈന സന്ദർശിക്കുകയും നിർണായകമായിട്ടുള്ള കരാറുകൾ, ആ കരാറുകളിൽ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് 2 കാര്യങ്ങളിൽ അമേരിക്കയ്ക്ക് തിരിച്ചടി. അതിലൊന്ന് വാഹന വിപണി. ഈ വാഹന വിപണി കാനഡയിൽ ചൈന കീഴടക്കാൻ പോവാണ്. നമ്പർ 1. യൂറോപ്പിനോട് തിരിച്ചടിയാവുന്നുണ്ട്. അതുപോലെ തന്നെ അമേരിക്കയ്ക്കാണ് ഏറ്റവും വലിയ തിരിച്ചടി. അതുപോലെ തന്നെ സീ ഫുഡ് മേഖല. ഈ സീ ഫുഡ് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ചൈനയിൽ നിന്നും സീ ഫുഡ് കാനഡയിലേക്ക് കയറ്റുമതി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എഗ്രിമെന്റ് ഒക്കെ മാർക്കറിനെ ഒപ്പിട്ടിട്ടാണ് പോയിരിക്കുന്നത്. കാനഡ ഇതിനെ ഒരു സ്ട്രാറ്റജിക് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ബാലൻസ് പവറായിട്ടോ ഒന്നും കാണുന്നില്ല. കാനഡ ശക്തമായിട്ട് മുന്നോട്ട് പോവുകയാണ്. തൊട്ടടുത്ത അയൽ രാജ്യമാണ്. ഇപ്പോൾ ഈ അയൽ രാജ്യമായിട്ടുള്ള ബന്ധം ഗുരുതരമായ രീതിയിൽ വഷളായിക്കൊണ്ട് പോവുകയാണ്. ഇതിന് കാരണം അമേരിക്കയാണ്. അമേരിക്കയുടെ നിലപാടുകളാണ് ഇതിന് കാരണം. കാനഡയുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് എന്ത് തരം നേട്ടമാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളത് എനിക്ക് വ്യക്തമല്ല. ഇനി അറിയാവുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കാരണം വേറെ ഒന്നുമില്ല, തൊട്ടടുത്ത അയൽ രാജ്യത്ത് ചൈന തകൃതിയായിട്ടുള്ള എഗ്രിമെന്റുകൾ സൈൻ ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. ഇതിന് കാനഡ 2 ആയിട്ടാണ് കാണുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം, ഗ്രീൻലാൻഡിന്റെ മേളിൽ ഇപ്പോൾ ട്രംപ് കാണിക്കുന്ന ആ ഒരു ആധിപത്യ മനോഭാവം, ഇതാണ് മെയിനായിട്ട് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇത് യൂറോപ്പിന് ഒരു തിരിച്ചടിയായിട്ട് മാറുമ്പോൾ നാളെ കാനഡയുടെ മേളിലും ഇതേപോലെ 51ാമത്തെ സ്റ്റേറ്റ് ആണെന്നുള്ള അവകാശവാദം ട്രംപിനുണ്ട്. അപ്പോൾ കാനഡയും പിടിച്ചടക്കിയാലോ? കാരണം അതിന് മേളിൽ അലാസ്ക എന്ന് പറഞ്ഞിട്ട് അതും അമേരിക്കയ്ക്ക് അവകാശപ്പെട്ട സ്ഥലമായിട്ട് അവിടെ നിലനിൽക്കുകയാണ്. അപ്പോൾ 2 അമേരിക്കൻ ഭാഗങ്ങൾക്കും നടുക്ക് കിടക്കുന്ന സ്ഥലമാണ് കാനഡ. അപ്പോൾ കാനഡയും കൂടി നാളെ സ്വന്തമാക്കാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ ആരാണ് കാനഡയുടെ ഒപ്പം നിൽക്കുക? ഈ തിരിച്ചറിവൊക്കെ ഇപ്പം പല രാജ്യങ്ങൾക്കും തോന്നി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് കാനഡ ചൈനയുമായിട്ട് അടുക്കുന്നത്. അതായത് ഒരു ബാലൻസ് പവർ എന്നുള്ളതിൽ ഉപരിയായിട്ട് ഒരു മൾട്ടിലേറ്ററൽ റിലേഷൻഷിപ്പ് തന്നെ ആവാം എന്നുള്ള നിലയിലാണ് കാനഡ തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ നീക്കങ്ങൾ നടക്കുന്നത്. ഇപ്പം ഇതിനെതിരെ ട്രംപ് സ്റ്റേറ്റ്മെന്റുമായിട്ട് വന്നിട്ടുണ്ട്. അതായത് കാനഡ ചൈനയുമായിട്ട് നടത്തുന്ന നീക്കങ്ങൾ ശരിയല്ല എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിനുള്ള പ്രത്യാഘാതം അവർ നേരിടും. ഇതുവരെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരുന്ന നയങ്ങളും ഇതുവരെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരുന്ന ബന്ധങ്ങളെല്ലാം നിങ്ങൾ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു രാജ്യത്തിനെ അടിച്ചമർത്തുന്ന രീതിയിൽ അവർക്ക് മേളിൽ താരിഫും നിങ്ങളുടേതായിട്ടുള്ള ആധിപത്യ മനോഭാവമൊക്കെ കാണിച്ചിട്ട് പിന്നീട് അവരെ ഒരു രാജ്യമായിട്ട് തന്നെ അംഗീകരിക്കാതെ അത് 51ാമത്തെ സ്റ്റേറ്റ് ആണെന്ന് വരെ പറഞ്ഞ് അപമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ രാജ്യം എന്താണ് ചെയ്യുക? അവരവരുടെ വഴി നോക്കും. അവർ വേറൊരു രാജ്യമല്ലേ, അവരൊരു ഇൻഡിപെൻഡന്റ് സോവറിൻ സ്റ്റേറ്റ് ആണ്. അപ്പോൾ അവരുടെ കാര്യം നോക്കുമ്പോഴത്തേക്കും നിങ്ങൾ അമേരിക്കയുടെ ഉള്ളിൽ നിന്നും സ്റ്റേറ്റ്മെന്റും ഇതൊക്കെ പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. നിങ്ങൾക്ക് അമേരിക്ക ഫസ്റ്റ് പോളിസി ആണെന്നുണ്ടെങ്കിൽ കാനഡയ്ക്ക് കാനഡ ഫസ്റ്റ് പോളിസി, ഇന്ത്യക്ക് ഇന്ത്യ ഫസ്റ്റ് പോളിസി, യൂറോപ്പിന് യൂറോപ്പ് ഫസ്റ്റ് പോളിസി, എല്ലാവർക്കും ആവാമല്ലോ ഇതേ പോളിസി. അപ്പോൾ അത് അംഗീകരിക്കാനുള്ള മാനസികാവസ്ഥയും കൂടി ട്രംപ് കാണിക്കേണ്ടതുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച് ജയിക്കേണ്ടി വരും. അപ്പോൾ ഈ സാഹചര്യം വിലയിരുത്തിക്കൊണ്ടാണ് യൂറോപ്പ് ശക്തമായ രീതിയിൽ ഇന്ത്യയുമായിട്ട് അടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. നാറ്റോ ആണെങ്കിൽ സങ്കടകരമായ അവസ്ഥയിൽ മുന്നോട്ട് പോവാണ്. നാറ്റോ ആണെങ്കിൽ നാറ്റോയ്ക്കുള്ളിൽ ഒരു നാറ്റോ രൂപീകരിച്ചാലോ എന്നുള്ള ചിന്തയിലാണ് നാറ്റോ ഇപ്പം മുന്നോട്ട് നീങ്ങുന്നത്. കാരണം എന്താണ്? ഗ്രീൻലാൻഡിന്റെ മേളിൽ അമേരിക്ക മുന്നോട്ട് വെക്കുന്ന അവകാശവാദം, ഇതാണ് നാറ്റോയ്ക്കുള്ളിൽ. കാനഡ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ നാറ്റോ എന്ന് പറഞ്ഞുകൊണ്ട് നോക്കി നിന്നിട്ട് കാര്യമില്ല, ആർട്ടിക്കിൾ 5 ശക്തമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് പ്രതിരോധിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് അത്ര എളുപ്പമല്ല നാറ്റോ രാജ്യങ്ങൾക്ക് അമേരിക്കക്കെതിരെ പ്രതിരോധം ഉയർത്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പത്തിൽ നടക്കുന്ന കാര്യമല്ല. ഒന്നാമത്തെ കാര്യം, ഗ്രീൻലാൻഡിന്റെ മേളിൽ ഇന്നലെ ഡാനിഷ് ആർമി അവിടെ ഹെലികോപ്റ്റേഴ്സും ഫൈറ്റർ ജെറ്റുകളും എടുത്ത് ഭയങ്കരമായിട്ടുള്ള
വാർ പ്രാക്ടീസ് ഒക്കെ നടത്തുന്നുണ്ട്. യുദ്ധ മുന്നൊരുക്കങ്ങൾ, യുദ്ധ സന്നാഹങ്ങളൊക്കെ അവിടെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അതിൽ യാതൊരു കാര്യമില്ല. ഇവർ ആർക്കെതിരെയാണ് ഈ പ്രാക്ടീസ് നടത്തുന്നത്? അമേരിക്കയ്ക്കെതിരെയോ? അമേരിക്കയ്ക്കെതിരെ പ്രാക്ടീസ് നടത്തി അവർക്കെതിരെ യുദ്ധപ്രഖ്യാപനം നടത്താനുള്ള കെൽപ്പ് ഈ രാജ്യങ്ങൾക്കുണ്ടോ? ഒരിക്കലും ഇല്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. മാൻ പവർ കൊണ്ടില്ല, ആയുധം കൊണ്ടില്ല, ഒരു രീതിയിലും ഇല്ല എന്ന് വേണമെങ്കിൽ, സാമ്പത്തികമായിട്ടും ഇല്ല. ഇതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇത് ജസ്റ്റ് ഒരു ഗിമ്മിക്ക് മാത്രമാണ്. നാറ്റോയുടെ ചീഫായിട്ടുള്ള മാർക്ക് റൂട്ടൊക്കെ പറയുന്നത് നമ്മളുടെ ഡിഫൻസ് നമ്മൾ തന്നെ ശരിയാക്കണം, വി മസ്റ്റ് ഡിപ്പെൻഡ് ഓൺ അവർ ഓൺ ഡിഫൻസ് സെക്യൂരിറ്റി സിസ്റ്റം എന്നൊക്കെ പറയുന്നുണ്ട്. പറഞ്ഞിട്ട് എന്ത് കാര്യം? ഒരു കാര്യമില്ല. കാരണം നാറ്റോയിൽ ഏറ്റവും കൂടുതൽ മേജർ പോർഷൻ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് അമേരിക്കയാണ്. ഏതാണ്ട് 900 ബില്യനാണ് അമേരിക്ക സ്പെൻഡ് ചെയ്യുന്നത്. 600 ബില്യൺ എങ്ങാണ്ടാണ് മറ്റുള്ള എല്ലാ രാജ്യങ്ങളും കൂടി ചേർന്നിട്ട് സ്പെൻഡ് ചെയ്യുന്നത്. അപ്പം അമേരിക്ക എന്ന് പറഞ്ഞ ഒറ്റ രാജ്യത്തിന്റെ കോൺട്രിബ്യൂഷൻ എത്രമാത്രം ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അതിനെ മാറ്റി നിർത്തിക്കൊണ്ട് എങ്ങനെയാണ് നാറ്റോ അവരുടെ പടക്കോപ്പുകളും സന്നാഹങ്ങളുമായിട്ട് അമേരിക്കയ്ക്കെതിരെ പടവരുന്നത്? ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. അപ്പൊ ഇത് പ്രാക്ടിക്കൽ അല്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നാറ്റോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളും ഒരുമിച്ച് നിൽക്കണമെന്ന് പറയുന്നത്. ഇപ്പൊ ഒരുമിച്ച് നിന്നിട്ട് യാതൊരു കാര്യമില്ല. മൊത്തത്തിൽ ഒരു 60-70 പേരെയാണ് ഗ്രീൻലാൻഡിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഇവർ തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിൽ ഡെൻമാർക്ക് മാത്രമാണ് 100 പേരെ അയച്ചിട്ടുള്ളത്. പിന്നെ ഇപ്പം യൂറോപ്പിലുള്ള എല്ലാ യുദ്ധവിമാനങ്ങളും എടുത്തുകൊണ്ട് വന്ന് ഗ്രീൻലാൻഡിനെ സംരക്ഷിക്കാൻ നിന്നാൽ തന്നെയും ഒരു കാര്യം നടക്കത്തില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ അമേരിക്ക പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്ക് സംസാരിക്കേണ്ടത് ഗ്രീൻലാൻഡുമായിട്ടാണ്, ഗ്രീൻലാൻഡിന്റെ പ്രൈം മിനിസ്റ്ററുമായിട്ടാണ്, ഗ്രീൻലാൻഡിന്റെ ജനങ്ങളുമായിട്ടാണ് ഞങ്ങൾക്ക് സംസാരിക്കേണ്ടത്. അല്ല ഞങ്ങൾക്ക് നാറ്റോയുമായിട്ടോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് യൂറോപ്പുമായിട്ടോ ഒരു ചർച്ചകൾക്കും താല്പര്യമില്ല എന്നാണ് അമേരിക്ക പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതൊരു സൈഡിൽ. മറ്റൊരു സൈഡിൽ അമേരിക്ക ഇപ്പം ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട്. അമേരിക്ക ഒറ്റപ്പെടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല രാജ്യങ്ങളെയും അവർക്ക് പല രീതിയിൽ അവരോടൊപ്പം ചേർത്ത് നിർത്താൻ അമേരിക്കയ്ക്ക് സാധിക്കും. പക്ഷേ അവരുടെ പോളിസി, ഇപ്പോഴത്തെ പോളിസി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അമേരിക്ക ഒറ്റപ്പെട്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യം ബഹുദൂരം ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ യൂറോപ്പ് ഇപ്പം ടോട്ടലി അമേരിക്കയെ വിശ്വാസത്തിൽ എടുക്കാത്തൊരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ് യൂറോപ്പ്. അതുപോലെ തന്നെ മറ്റുള്ള രാജ്യങ്ങൾ, ഏഷ്യൻ സൈഡിലായിക്കോട്ടെ, അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റിലും അമിതമായ ഇസ്രായേൽ സപ്പോർട്ട് അമേരിക്കയ്ക്ക് വിനയാകുന്നുണ്ട്. അവിടെയും മിഡിൽ ഈസ്റ്റിൽ മറ്റു പല അറബ് രാജ്യങ്ങളും അമേരിക്കയെ ഒരു 50-50 പോയിന്റിലാണ് നോക്കിക്കാണുന്നത്. അവരും ഒരു ബാലൻസ്ഡ് ഡിപ്ലോമസി കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ജിയോ പൊളിറ്റിക്കലി മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾ. അതായത് യൂണിപോളർ ഡിപ്ലോമസിയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു മൾട്ടിലേറ്ററൽ ഡൈവേഴ്സിഫൈ ചെയ്യുന്ന ഒരു ഡിപ്ലോമസിയിലേക്ക് മാറുകയാണ്. ഫ്രീ ഫോറിൻ പോളിസി, അതാണ് എല്ലാവരും ഇപ്പൊ നോക്കിക്കാണുന്നത്. ഇവിടെയാണ് ഇന്ത്യയുടെ പ്രാധാന്യം. ഇന്ത്യ പല രാജ്യങ്ങൾക്കും ട്രസ്റ്റ് വർത്തിയാണ്. ഇന്ത്യ ചൈനയെ പോലെ അല്ല. ഇന്ത്യ മറ്റുള്ള രാജ്യങ്ങളുടെ സ്ഥലം ഒക്കുപൈ ചെയ്ത് ഞങ്ങളുടെയാണെന്ന് അവകാശം പറയുന്ന ആ ശൈലിയല്ല ഇന്ത്യക്കുള്ളത്. ഇന്ത്യയുടെ ഫോറിൻ പോളിസി വളരെ വ്യക്തമാണ്. ഫ്രീ ഫോറിൻ പോളിസിയാണ്. ഏത് രാജ്യത്തിനും അവരുടെ രാജ്യത്തിന് വേണ്ട രീതിയിൽ ഫോറിൻ പോളിസി കൃത്യമായിട്ട് സ്ട്രക്ചർ ചെയ്ത് ഡ്രാഫ്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇന്ത്യ പല കാലങ്ങളിലും ശ്രദ്ധ പുലർത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഫലമാണ് ശരിക്കും ഇപ്പം ഇന്ത്യയുമായിട്ട് ഫോക്കസ് ചെയ്ത് യൂറോപ്പ് ഇപ്പം ഇന്ത്യയുടെ ആ ഒരു റിലേഷൻഷിപ്പ് നിർബന്ധമായിട്ട് വേണം എന്നാണ് ഇപ്പം ആവശ്യപ്പെടുന്നത്. ഇന്ന് പോളണ്ടിന്റെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ഇന്ന് ഇന്ത്യയിലുണ്ട്. 17-ാം തീയതി മുതൽ 19-ാം തീയതി വരെ ഇന്ത്യ സന്ദർശിക്കും പോളണ്ട്. യൂറോപ്പിലെ ഓരോ രാജ്യങ്ങളും ഇൻഡിവിജ്വലായിട്ട് തന്നെ ഇന്ത്യ സന്ദർശിക്കുന്നുണ്ട്. പോളണ്ട് നാറ്റോയുടെ ഒരു ഭാഗം കൂടിയാണ്. അതും കൂടി നമ്മളിവിടെ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. അപ്പൊ ഇങ്ങനെ പല കാര്യങ്ങളും ഇപ്പൊ മുന്നോട്ട് പോകുന്നുണ്ട്. ഇന്ത്യ യൂറോപ്പുമായിട്ട് ശക്തമായ ബന്ധത്തിൽ റഫേലിന്റെ ഇടപാട് കൂടുതൽ ശക്തി പകരുന്നുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇമ്മാനുവൽ മാക്രോൺ കൂടി ഫെബ്രുവരിയിൽ ഇന്ത്യയിൽ എത്തുന്നതോടുകൂടി യൂറോപ്പ് ഇന്ത്യ ബന്ധം വളരെ ശക്തമായ രീതിയിൽ മുന്നോട്ട് പോകും എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. യൂറോപ്പിന് നല്ലൊരു തിരിച്ചറിവ് ഇപ്പൊ കിട്ടിയിട്ടുണ്ട്. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ റഫേൽ ഫൈറ്റർ ജെറ്റ് ഇന്ത്യ അപ്രൂവ് ചെയ്തിട്ടുണ്ട് 114 എണ്ണം. സോഴ്സ് കോഡ് തന്നാലും ഇല്ലെങ്കിലും 114 എണ്ണം പ്രാഥമികമായിട്ട് ഓർഡർ ചെയ്യുകയാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. അതുപോലെ ഇന്ത്യ വളരെ നിർണായകമായിട്ടുള്ള വേറൊരു ഡിസിഷൻ എടുത്തിട്ടുണ്ട്. ആ ഡിസിഷൻ എന്താണെന്ന് പറഞ്ഞാൽ ഇന്ത്യക്കുള്ളിലെ SME സെക്ടറിൽ ഡിഫൻസ് മാനുഫാക്ചറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് DRDOയുടെ അപ്രൂവലോടുകൂടി അതിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കമ്പനികളിലേക്ക് ഇനി ഫോറിൻ ഫണ്ട് ഡയറക്റ്റ് ആയിട്ട് റിസീവ് ചെയ്യാം. ഇത് വളരെ നിർണായകമായിട്ടുള്ള മാറ്റമാണ്. ഫോറിൻ ഫണ്ട് ഇന്ത്യക്കുള്ളിൽ പുഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ലക്ഷ്യമാക്കിക്കൊണ്ട് ഇന്ത്യ എടുത്തിരിക്കുന്ന തീരുമാനമാണിത്. ഈ തീരുമാനം ശരിക്കും ഇന്ത്യക്കുള്ളിൽ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് വരാൻ വേണ്ടിയിട്ട് സഹായകരമാവും എന്നാണ് കേന്ദ്ര ഗവൺമെന്റ് വിശ്വസിക്കുന്നത്. ഇന്ത്യ വളരെ ശക്തമായിട്ടുള്ള ഒരു നിലപാട് എടുത്തിട്ടുണ്ട്. അമേരിക്ക എന്ത് തീരുമാനിച്ചാലും ശരി, ഇറാനിൽ ഏത് റെജീം വന്നാലും ഇന്ത്യയെ ബാധിക്കുന്ന വിഷയമല്ല. ചബഹാർ പോർട്ട് കൈവിടാൻ ഇന്ത്യക്ക് ഉദ്ദേശമില്ല. അത് ഏത് സർക്കാർ വന്നാലും ഇന്ത്യ ചബഹാർ പോർട്ടുമായിട്ട് മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇതിനെ റേസ പേലവി, അത് ഇനി അഥവാ റെജീം ചേഞ്ച് വന്നു കഴിഞ്ഞാൽ മാറി വരും എന്ന് പറഞ്ഞ് അവകാശപ്പെടുന്ന ഒരു ഗവൺമെന്റ് ഉണ്ടല്ലോ, അവരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അൺഒഫീഷ്യലി നമ്മൾ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. റേസ പേലവി ഇതിനെ അനുകൂലിച്ചുകൊണ്ടുള്ള സ്റ്റേറ്റ്മെന്റ് പുറത്തിറക്കിയിട്ടുണ്ട്. പുള്ളിക്കാരൻ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയുമായിട്ടുള്ള ബന്ധം വളരെ ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോകും. ഇന്ത്യ ഇറാൻ റിലേഷൻഷിപ്പ് പണ്ട് തൊട്ടേ അത് വളരെ ദൃഢമായിട്ടുള്ള റിലേഷൻഷിപ്പാണ്. അതുകൊണ്ട് ഇറാന്റെ ഉള്ളിൽ ഏത് സർക്കാർ വന്നാലും ഇന്ത്യയുമായിട്ടുള്ള ബന്ധത്തിൽ യാതൊരു മാറ്റവും വരില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
ജയശങ്കർ ആൻഡ് മാർക്കോ റൂബിയോ രണ്ടുപേരും ചർച്ച നടത്തിയിട്ടുണ്ട്. ഇത് ബൈലേറ്ററൽ ട്രേഡ് അതുപോലെ ഡിഫൻസ് കോപ്പറേഷൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളാണ് ഏറ്റവും കൂടുതൽ രണ്ടുപേരും വിശകലനം ചെയ്തത്. ഭാരത് ഫോർജ് എന്ന കമ്പനിക്ക് 300 കോടിയുടെ ഒരു കരാർ കിട്ടിയിട്ടുണ്ട്. ഡ്രോൺ നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള കരാറാണ്. ഇന്ത്യയും ജപ്പാനും തമ്മിൽ ഒരു എഗ്രിമെന്റ്, AI ടെക്നോളജി, റെയർ എർത്ത് എലമെന്റ്സുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലും ഈ എഗ്രിമെന്റ് ഇന്ത്യയും ജപ്പാനും തമ്മിൽ ധാരണയായിട്ടുണ്ട്. 3 ജയ്ഷെ മുഹമ്മദ് തീവ്രവാദികളുടെ താവളം ഇന്ത്യക്കുള്ളിൽ JNKയിൽ കത്വ ഡിസ്ട്രിക്റ്റിലാണ് ഈ സംഭവം. ഡസാൾട്ടിന്റെ പ്ലാന്റ് ഇന്ത്യക്കുള്ളിൽ നിർമ്മിക്കുന്നുണ്ടല്ലോ. അപ്പൊ അതിൽ പെർ ഇയർ 24 എയർക്രാഫ്റ്റുകൾ അവർ റെഡിയാക്കി തരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യക്കുള്ളിൽ വെച്ചിട്ട് ഒരു വർഷം 24 എയർക്രാഫ്റ്റ് അവർക്ക് ഇന്ത്യക്ക് സപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു വാഗ്ദാനം അവർ തന്നിട്ടുണ്ട്. ടാറ്റയും മഹേന്ദ്രയും ഇതിന്റെ സപ്ലൈ ചെയിന്റെ ഭാഗമായിട്ട് അവർ കൂട്ടിച്ചേർക്കുന്നുണ്ട്. അവരുമായിട്ട് ചേർന്നിട്ടാണ് ഇവിടെ പ്ലാന്റ് നിർമ്മിക്കുന്നത്. 90% F-35 ഗുണം ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് അത്രത്തോളം ആക്യുറസി. ഇതിനു മുമ്പ് നമ്മൾ നടത്തിയ ബാറ്റിലിൽ നമുക്ക് ഇതിനെക്കുറിച്ചുള്ള വ്യക്തമായ ഐഡിയ കിട്ടിയിട്ടുണ്ട്. അതിന്റെ സർവീസബിലിറ്റി ആയിക്കോട്ടെ, ഇന്ത്യക്കുള്ളിൽ തന്നെ ഇതിന്റെ MRO ഫെസിലിറ്റീസ് അതേപോലെ തന്നെ ഇതിന്റെ അസംബ്ലി യൂണിറ്റ് ഒക്കെ വരുന്നത് കൊണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ എഫക്റ്റീവായിട്ട് തന്നെ ഇന്ത്യക്കുള്ളിൽ തന്നെ പെട്ടെന്ന് തന്നെ ഇതിന്റെ സർവീസ് ഒക്കെ നടത്തി നമുക്ക് ഉപയോഗിക്കാൻ കഴിയുമെന്നാണ് ഇന്ത്യൻ എയർഫോഴ്സ് സർട്ടിഫൈ ചെയ്യുന്നത്. ഇന്ത്യയും ജർമ്മനിയും തമ്മിൽ ഒരു പുതിയ ഇൻഡസ്ട്രിയൽ കൊളാബറേഷൻ അതാണ് ഉദ്ദേശിക്കുന്നത്. അത് ഏറ്റവും കൂടുതൽ സ്കിൽഡ് വർക്കേഴ്സും ലേബേഴ്സിനെയൊക്കെ ഇന്ത്യയിൽ നിന്ന് ഹയർ ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ആ ഒരു ഇൻഡസ്ട്രിയൽ കോപ്പറേഷന്റെ ഫ്രെയിം വർക്കാണ് ഇപ്പം ഇന്ത്യയും ജർമ്മനിയും തമ്മിൽ ഡ്രാഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ജർമ്മനിയുടെ ചാൻസലർ മെർസ് ഫ്രെഡറിക്ക് ഇന്ത്യ സന്ദർശിച്ച് മടങ്ങിയ പശ്ചാത്തലത്തിലാണ്. അതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ് ഈ ഒരു ഡിസ്കഷൻ ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്ക മസ്റ്റായിട്ടും ഇന്ത്യയുമായിട്ട് ടൈപ്പ് വെച്ച് മുന്നോട്ട് പോകണം, അതാണ് അമേരിക്കയ്ക്ക് നല്ലത് എന്നുള്ള ഉപദേശങ്ങളൊക്കെ പലരും കൊടുക്കുന്നുണ്ട്. അമേരിക്കയ്ക്ക് എന്തിനാണ് ഇപ്പോൾ ഉപദേശം? എന്തിനിപ്പോൾ ഇതൊക്കെ കൊടുക്കാൻ പോകുന്നത്? അതിന്റെ ഒരു ആവശ്യമില്ല അമേരിക്കയ്ക്ക്. ഇതൊക്കെ US-ന്റെ ഫോറിൻ പോളിസി എക്സ്പേർട്സ് ആണ് ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ പങ്കുവെക്കുന്നത്. ഇതിൽ യാതൊരു കാര്യമില്ല. ഇന്ത്യയും അമേരിക്കയും തമ്മിൽ നല്ല രീതിയിലുള്ള ഡിഫൻസ് കോപ്പറേഷൻ തന്നെയാണ് ഉള്ളത്. പക്ഷേ അത് സ്പെസിഫിക് ആണ്. സ്പെസിഫിക് എന്ന് പറഞ്ഞാൽ ഇൻഡോ പസഫിക് ആണ്. അവിടെയാണ് അമേരിക്കയുടെ താല്പര്യം. ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഡിഫൻസ് കോപ്പറേഷൻ എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും നമ്മൾ വല്ലാത്ത രീതിയിൽ അങ്ങനെ ചിന്തിക്കരുത്. വല്ലാത്ത രീതിയിൽ ചിന്തിക്കേണ്ട ആവശ്യമില്ല. അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ഡിഫൻസ് കോപ്പറേഷൻ സ്പെസിഫിക് ആണ്. അത് ഇൻഡോ പസഫിക് ആണ് അതിന്റെ താല്പര്യം. ചൈനയ്ക്കെതിരെയാണ്. അല്ലാതെ ചൈനയുടെ പ്രോക്സി ആയിട്ടുള്ള പാകിസ്ഥാനെതിരെ ഇന്ത്യ നയിക്കുന്ന യുദ്ധങ്ങളെ അനുകൂലിച്ചല്ല എന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അതുകൊണ്ട് ഇന്ത്യക്ക് അറിയാം അമേരിക്കയുടെ ഡിഫൻസ് കോപ്പറേഷൻ എത്രമാത്രമാണ്, അത് എവിടെ നിർത്തണം എന്നുള്ളത് ഇന്ത്യക്ക് വളരെ നന്നായിട്ട് അറിയാം. അങ്ങനെ US-ന്റെ ഫോറിൻ പോളിസി എക്സ്പേർട്സ് ഒക്കെ പലതും പറയും. അതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയങ്ങളല്ല. US അംബാസിഡർ സെർജിയോ ഗോർ ബോംബെ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അതിന്റെ അടുത്ത തലത്തിലേക്ക് പോവാണ് എന്നുള്ള രീതിയിലൊക്കെ ഭയങ്കരമായിട്ട് പ്രൊമോഷനൊക്കെ കൊടുത്തുകൊണ്ടാണ് സെർജിയോ ഗോർ ഇപ്പം ഇന്ത്യയിൽ ഇറങ്ങിയിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇതിന്റെ ഡെവലപ്മെന്റ്സ് ഒക്കെ എങ്ങനെ ആയി തീരുന്നു എന്നുള്ളത് എനിക്ക് കണ്ടറിയണം. UK-യിലെ MP, UK പാർലമെന്റിലെ MP ബോബ് ബ്ലാക്ക്മാൻ ബംഗ്ലാദേശിൽ നടക്കുന്ന മൈനോറിറ്റി കൊലപാതകങ്ങളെ UK പാർലമെന്റിൽ ഹൈലൈറ്റ് ചെയ്ത് സംസാരിച്ചിരിക്കുകയാണ് ബോബ് ബ്ലാക്ക്മാൻ. അപ്പൊ ഇതിന് എന്തെങ്കിലും ഗുണമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. UK-യിൽ ജസ്റ്റ് സംസാരിക്കാം, അത് വിഷയം റെക്കോർഡ് ചെയ്യാം എന്നുള്ളതിലുപരിയായിട്ട് ഒരു രീതിയിലുള്ള ആക്ഷൻ പ്ലാനും അതിലെടുക്കാൻ കഴിയുകയില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. കാരണം UK ആണിത്. ഒരു വിഷയം വളരെ സില്ലിയാണ്, അതും കൂടി പറഞ്ഞ് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. ഇന്ത്യയുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രിയുടെ സ്പോക്സ് പേഴ്സൺ ആയിട്ടുള്ള രൺധീർ സിംഗ് ജയ്സ്വാൾ ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തുകൊണ്ടിരുന്ന സമയത്ത് ചോദ്യം ഉന്നയിക്കുകയാണ്. മാധ്യമപ്രവർത്തകരുടെ സൈഡിൽ നിന്നാണ് ചോദ്യം ഉന്നയിക്കപ്പെടുന്നത്. ഉന്നയിച്ച ചോദ്യം എന്ന് പറഞ്ഞാൽ സൽമാൻ ഖാന്റെ ഒരു അപ്കമിങ് മൂവി ഉണ്ട്. ആ മൂവി ഗാൽവാൻ വാലിയെ കുറിച്ചുള്ള മൂവിയാണ്. ബാറ്റിൽ ഓഫ് ഗൽവാൻ എന്നാണ് അതിന്റെ പേര്. അപ്പൊ ഈ മൂവിയിൽ ചൈനയ്ക്ക് എതിരെയുള്ള പരാമർശങ്ങളുണ്ടോ, ചൈനയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ടോ, അത് ഏതെങ്കിലും തരത്തിൽ ഇന്ത്യയുടെ ഡിപ്ലോമാറ്റിക് റിലേഷൻസിനെ ബാധിക്കുമോ എന്നൊക്കെ പറഞ്ഞുള്ള സില്ലിയായിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അതിന് പുള്ളിക്കാരൻ കൊടുത്ത മറുപടി, ഇന്ത്യക്കുള്ളിൽ മൂവി ഇറങ്ങുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. അത് വെരിഫൈ ചെയ്യാനും അതിലുള്ള കാര്യങ്ങളൊക്കെ നോക്കി മനസ്സിലാക്കാനും അത് സർട്ടിഫൈ ചെയ്യാനും അത് പുറത്തിറക്കാനും ഇതിനെല്ലാം ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ കടന്നാണ് മൂവികളൊക്കെ റിലീസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിന് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സുമായിട്ട് യാതൊരു ബന്ധമില്ല എന്നുള്ളൊരു മറുപടിയാണ് പുള്ളിക്കാരൻ കൊടുത്തത്. ഞാൻ ആലോചിക്കുന്നത് എന്തിനാണ് ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ പുള്ളിക്കാരനോട് ചോദിക്കുന്നത് എന്നാണ്. മാധ്യമപ്രവർത്തകർക്ക് കുറച്ചൊക്കെ തിരിച്ചറിവ് വേണം. നമ്മൾ എന്ത് ചോദ്യമാണ് ചോദിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ ബോധം വേണം. അല്ലാതെ എന്തും ചോദിക്കാം എന്നുള്ള അവസ്ഥയല്ല. ഒരു സിനിമയെക്കുറിച്ച് ഈ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിൽ പോയിട്ട് ചോദിക്കേണ്ട എന്ത് കാര്യമാണുള്ളത് ഇവിടെ? അതിൻ്റെ പ്രസക്തി എന്താണ്? ഒരു പ്രസക്തിയില്ല. ബാറ്റിൽ ഓഫ് ഗാൽവാൻ എന്ന് പറഞ്ഞ മൂവി ഇനിയിപ്പം ചൈനയെക്കുറിച്ച് പറഞ്ഞെങ്കിലും പറഞ്ഞില്ലെങ്കിലും ചൈനയ്ക്കുള്ളിൽ ഒരു പക്ഷേ അത് പ്രദർശിപ്പിക്കാനുള്ള പെർമിഷൻ കിട്ടിയെന്ന് വരില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ആ സിനിമ സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യയുടെ വിജയകഥയായിരിക്കുമല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ചൈന അതിനെ അനുവദിക്കില്ല. മറ്റു പല രാജ്യങ്ങളിൽ എങ്ങനെയാണ് റിലീസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതൊക്കെ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിലുള്ള ആ ഡിപ്പാർട്ട്മെന്റ് തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. അതും ഫോറിൻ പോളിസിയും തമ്മിൽ ഒരു ബന്ധവുമില്ല.
അപ്പോൾ എന്തായാലും കുറേ നിർണായകമായിട്ടുള്ള വിഷയങ്ങളാണ് ഈ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.